രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ SIT സമർപ്പിച്ച പുനരന്വേഷണ റിപ്പോർട്ടിൽ DGPയുടെ തുടർ നടപടി നിർണായകം. അജിത് കുമാറിനോട് DGP വിശദീകരണം തേടിയിട്ടുണ്ട്. സ്ഥാനക്കയറ്റത്തിനായി ഈ മാസം 20-ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുൻപ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് മുൻപിൽ എത്തുമെന്നാണ് സൂചന. അതേസമയം നടപടി വൈകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധമുയരുമ്പോൾ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തയ്യാറെടുക്കും. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ഇടപെട്ടു എന്നത് പുനരന്വേഷണത്തിലാണ് SIT കണ്ടെത്തിയത്. അജിത് കുമാറിനെതിരെ ഗുരുതര കുറ്റകൃത്യം ചൂണ്ടിക്കാട്ടി SIT ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ മാസം 23-നായിരുന്നു. എന്നാൽ പേര് പരാമർശിക്കാതെയും വ്യക്തതയില്ലാതെയും നൽകിയ റിപ്പോർട്ട് DGP മടക്കി അയച്ചു. തുടർന്നാണ് അതിവേഗത്തിൽ SIT വീണ്ടും റിപ്പോർട്ട് നൽകിയത്. രണ്ടാമത് നൽകിയ റിപ്പോർട്ടിൽ MR അജിത് കുമാറിന്റെ പേരും കുറ്റകൃത്യത്തിലെ പങ്കും വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി DGPയുടെ തുടർ നടപടി നിർണായകമാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് MR അജിത് കുമാറിനോട് DGP വിശദീകരണം തേടിയിട്ടുണ്ട്. വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടാണ് പോലീസ് മേധാവി സമർപ്പിക്കുന്നതെങ്കിൽ അതിന്മേൽ സർക്കാരിന്റെ നിലപാടും പ്രധാനമാണ്. സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഉയർന്നു കഴിഞ്ഞു. അന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനത്തിനിരയായ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തയ്യാറെടുക്കുകയാണ്. അതിനിടെ DGP സ്ഥാനക്കയറ്റത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ മാസം 20-നാണ് ചേരുന്നത്. അതിനു മുമ്പ് റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ എത്തുമെന്നാണ് സൂചന. സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ DGPയോടും വിജിലൻസ് മേധാവിയോടും ആഭ്യന്തര വകുപ്പ് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.